നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തൃണമൂൽ കോൺഗ്രസിന്റെ പരാജയത്തെ തുടർന്ന് എംപിമാരെല്ലാം കൂട്ടത്തോടെ BJP-യിലേക്ക് അംഗത്വമെടുക്കാൻ വെപ്രാളപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. BJP-ക്ക് വേണ്ടി ഉഴലൂതുന്ന ചില സൈബർ മീഡിയകൾ, പ്രത്യേകിച്ചും ഗോദി മീഡിയകൾക്ക് ഇതാണല്ലോ പ്രധാന പരിപാടി. BJP-ക്ക് എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ലോക്സഭയിൽ ഇപ്പോഴുള്ള സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തുന്നില്ല. അപ്പോൾ ഒരു 32 സീറ്റുകളുടെ ഷോർട്ടേജ് ഉണ്ട്. അത് തൃണമൂലിലൂടെയും DMK-യിലൂടെയും നിരത്തി കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. മനസ്സിലാക്കേണ്ട യഥാർത്ഥ കാര്യം, തൃണമൂലിലെ ഒരു MP പോലും BJP-യിലേക്ക് പോകാൻ ആഗ്രഹപ്പെടുന്നവരല്ല. അവരെല്ലാം BJP നേതാക്കളുമായി വലിയ പോരാട്ടം നടത്തിയാണ് ബംഗാളിൽ നിന്നും ജയിച്ചു വന്നത്. മഹുവ മൊയ്ത്രയും സൈനി ഘോഷ് അടക്കമുള്ളവർ കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മമതയുടെ രീതികൾ ശരിയല്ല എന്നുള്ള തോന്നൽ നേരത്തെയും മഹുവ മൊയ്ത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരസ്യമായി വിമർശനമൊന്നും അവർ നടത്തിയിട്ടില്ല എന്നുള്ളത് അവരുടെ മര്യാദയുടെ ഭാഗമാണ്. ഇനി മറ്റൊരു കാര്യം, DMK-യുടെ പ്രശ്നമാണെങ്കിൽ DMK പൊട്ടിത്തകർന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. നമുക്കറിയാം, അവിടെ അന്നാമലൈ BJP-യുടെ നേതൃത്വത്തിൻ്റെ ഭാഗമായി കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നോക്കി. അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അന്നാമലൈ അമിത്ഷായുടെ ആശീർവാദത്തോടു കൂടി പുതിയൊരു പാർട്ടി തട്ടിക്കൂട്ടാനുള്ള ശ്രമമാണ്. അതിന് സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെ കൂടി കൂട്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്തെന്നാൽ, ചില പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും BJP-ക്ക് അടിമുടി അങ്ങ് തൂത്ത് കയറാം എന്ന് വിചാരിക്കുകയും വേണ്ട. ബംഗാളിലും ഈ പറയുന്ന തമിഴ്നാട്ടിലുമുള്ള MP-മാർ അവർ വിമതസ്വരം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം BJP-ക്ക് വേണ്ടിയാണ് എന്ന് ഗോദി മീഡിയകൾ അങ്ങ് വിധി എഴുതുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അവർക്ക് മറ്റ് രീതിയിലേക്ക് പോകാം, സ്വന്തമായി ഒരു പാർട്ടി സ്ഥാപിക്കാം, അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാം. തമിഴ്നാട്ടിലായിരുന്നാലും ബംഗാളിലായിരുന്നാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതാത് ഭരണത്തിലിരുന്ന പാർട്ടികൾ, അതും പ്രാദേശിക പാർട്ടികളാണെന്ന് ഓർമ്മിക്കണം, അവരെ തൂത്തെറിഞ്ഞുകൊണ്ട് ജനം ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തി. BJP ബംഗാളിൽ ജയിക്കാനുള്ള കാരണം BJP-യുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഭരണവിരുദ്ധത അത്ര സ്പേൽ ശക്തമായിരുന്നത് കൊണ്ടും ജനങ്ങൾ പൊറുതിമുട്ടിയത് കൊണ്ടുമാണ്. ഇനി തമിഴ്നാട്ടിൻ്റെ കാര്യം എടുത്തു നോക്കട്ടെ. അവിടെയും DMK-യുടെ അഴിമതി കൊടികുത്തി വാഴുന്ന സ്ഥലമാണ്. ഇനി ഇതെല്ലാം NDA-ക്കാണ്, അതായത് BJP നേതൃത്വത്തിലുള്ള NDA-ക്കാണ് പരിപൂർണമായി നേട്ടം. ലോക്സഭയിൽ അവർക്ക് അംഗബലം കൂടും. ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതെ അവരെല്ലാം എൻ ബ്ലോക്കായി കൂറുമാറും എന്നുള്ളത് വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിൽ താമസിക്കുന്നവർ മാത്രം വിചാരിക്കുന്നതാണ്. അതായത് അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ കൃത്യമായി തലസ്ഥാന നഗരിയിലെത്തി ഡൽഹിയിൽ പ്രതിഷേധം അതിശക്തമായി തുടരുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിലുള്ള ഓർഗനൈസേഷന്റെ പേരിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP-യുടെ അംഗബലം ലോക്സഭയിൽ കൂടുമോ എന്നുള്ളതല്ല, BJP-യുടെ മന്ത്രിസഭ നിലം പൊത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രാഹുൽ ഗാന്ധി പറഞ്ഞൊരു ഡെഡ് ലൈൻ ഉണ്ട്. ഏകദേശം ചിത്രം വരച്ചു വയ്ക്കുന്നത് അതേ രീതിയിലൊക്കെ തന്നെയാണ്.